ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സുമിയുടെ ഫ്ലാറ്റിൽ കൂടാനുള്ള പ്ലാനാണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങളിപ്പോൾ കാക്കനാടുള്ള സുമിയുടെ ഫ്ലാറ്റിലാണ്. അപ്പോൾ അടിപൊളി ഫ്ലാറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഫൺ ഡേ ആവാനാണ് സാധ്യത. കുക്കിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. ഓക്കെ, കമാ. അപ്പോൾ ഇതാണ് നമ്മുടെ സുമിയുടെ ഫ്ലാറ്റ് കേട്ടോ. ഇതാരാണ്? ഇത് ബൂവാണോ? ഇതാണ് അവരുടെ കുട്ടി. ബൂവാണോ? ബൂവാണോ? ഇത് ബൂവാണോ? യെസ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആട്ടോ. ഓ, നാരങ്ങവെള്ളം എനിക്കില്ലേ? ആ, ബാൽക്കണി നോക്കൂ ഗൈസ്. മോനെ സീൻ. ഓ, അടിപൊളി ബാൽക്കണിയൊക്കെയാണ്. പിന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവാണ്. ബിഫോർ ദാറ്റ് ഞാനും നാരങ്ങവെള്ളം കുടിക്കട്ടെ. ഇതാണ് സുമി, അർഷി. ഹായ്, ഹലോ ഗൈസ്. ഫണ്ടേ അല്ലേ ഇന്ന്? ഇന്ന് ഫണ്ടേ. ആതിരയാണ് ഇന്നത്തെ ഷെഫ്. ഷെഫ്, എന്താണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്? ചിക്കൻ ബിരിയാണി. അതിനെ പെഗടിക്കാണോ? ഐഷു ആണോ അരിയുന്ന ആള്? ഐഷു ആണ് അരിയുന്ന ആള്. സുമി. ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കും ഗൈസ്. ഞാൻ പണിയൊന്നും എടുക്കൂല, അത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പണിയൊന്നും എടുക്കൂല, അടുക്കളയിലുള്ള പണിയൊന്നും. ഷെഫ് ബിസിയാണോ? എനിക്കിന്ന് ആതിരയുടെ എന്താ ആതിരെ? ഞാൻ ആതിരയുടെ കുക്കിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങി തിരിച്ചത്. എന്താവും ഒരു പിടിയൊന്നുമില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കും. സഹായം വേണം. അപ്പൊ ഞാൻ ഫോൺ മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് അങ്ങനത്തെ കുറെ ഉപകാരങ്ങളുണ്ട്. പണിയെടുക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഇവിടെ കുറെ പഴം ഇരിപ്പുണ്ട്. ഞാൻ ഈ ഒരു പഴം എടുക്കണ്ടേ? കുഴപ്പമുണ്ടോ? മൈക്ക് വെച്ചിട്ടുണ്ട്. ഇത് എന്താണ് സുമി? എന്നാ പവറാ? പിന്നെ അല്ല, 1500 മൈക്ക്. മൈക്ക് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. എന്താ പ്രഭാകരൻ എന്തെങ്കിലും പറയാനുണ്ടോ? ആ, ക്യാമറ ഐശ്വര്യം കിട്ടൂല. ഹലോ, കളിക്കുവാണോ നീ? കളിക്കുവാണോ? അപ്പോൾ ഗൈസ്, ഇതാണ് അവരെ ഡൈനിങ് ടേബിൾ. ആൻഡ് ദേ ഞങ്ങളിരിക്കണു. അത് ശരി, കയ്യേക്കണേൻ്റെ അവിടെയാണ് ഞങ്ങളെ വെച്ചേക്കണേ. കൊള്ളാം. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഗ്യാങ്. ഷെറിൻ പക്ഷെ എത്തിയിട്ടില്ല. ഷെറിൻ 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ഷെറിന് ഇതുവരെ എത്തിയിട്ടില്ല. ഇതാണ് ഇവരുടെ റൂം. അടിപൊളി അടിപൊളി ബാൽക്കണി ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. അല്ല, അത്രയല്ല, ഇനിയുണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാനും പോയി ഒന്ന് കുക്കിങ്ങിനൊക്കെ ഒന്ന് സഹായിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ, പഴകേക്കട്ടെ. ബൈ. ഞാൻ കുറച്ചു നേരം ഒന്ന് മാറിയ നിന്നപ്പോൾ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കണേ? നശിപ്പിച്ചോ? നശിപ്പിച്ചോ? കൈ നനയാണ്ട് മീൻ പിടിക്കാനുള്ള സാധനം. ഓ മാൻ, നീ ജിമ്മി പോവാറോ? ഓക്കെ, ഇപ്പൊ എന്താണ് നടക്കുന്നത്? ജിംനാസ്റ്റിക്സ്. ഇതെന്റെ പൂവിന് ചിക്കൻ, മഞ്ഞപ്പൊടി ഇട്ട് കഴിച്ച ചിക്കനാണ് എന്റെ പൂവിന്. ചിക്കൻ വേണോ? ചിക്കൻ പൂവിന് കൊടുക്കുന്നത്. അതിന്റെ കുഞ്ഞിന്റെ ചിക്കൻ അല്ലേ? എന്റെ കുഞ്ഞിന്റെ ചിക്കൻ. കണ്ടോ കണ്ടോ ചിക്കൻ. ഹായ്, മഞ്ഞപ്പൊടി ചിക്കൻ. സൂപ്പർ.
സവാളയും പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നെങ്ങാനും അടിഞ്ഞ് കഴിയോ? പെട്ടെന്നൊന്നും കിട്ടൂല കേട്ടാ. ആ സമയം ഒന്നായി, 5 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഇവരെന്താ കാണിക്കണേ? നീ എന്താ കാണിക്കണേ? നീ എന്താ കാണിക്കണേ? ഗൈസ് സമയം 1:30 ആയി. എനിക്ക് നല്ല വിശക്കുണ്ട്. 1:30 അല്ല, സോറി, 1:30. വാട്ടർമെലൺ കഴിച്ച പിന്നെ ബിരിയാണി കഴിക്കാൻ പറ്റും. ഓക്കെ സെറ്റ്. ഗൈസ് ഇത് കണ്ടോ, ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ പണിയെടുക്കുമ്പോൾ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ സ്വന്തം റസ്മിൻ ബായ്. ഹലോ ഓൺ, ചിക്കൻ ബിരിയാണി റെഡി. പിന്നെ ഹലോ ഗൈസ്, എന്തായി? ഫുഡായോ? എത്ര നേരമായി ഞാൻ ഈ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഉറങ്ങായിരുന്നോ? ക്ഷീണിച്ചു പോയി. ആഫ്റ്റർ ജിമ്മിന്റെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാ ദിവസം കഴിഞ്ഞാൽ വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതാ പറ്റിയ. പപ്പടം പൊരിക്കുവാണോ? ചൂട്. ഒരു വാക്ക് പറയരുതട്ടോ ചൂടാണെന്ന്. ജാടയാണോ മോശം? ഓക്കെ ഗൈസ്, മീറ്റ് പേര് പറഞ്ഞ ഇഷൽ. മീറ്റ് മിസ് ഇഷൽ. അപ്പൊ ഇഷൽ ഒരു ട്രാവലറാണ്. അങ്ങനെ ഒരു ഇൻട്രോ ആണ് എനിക്ക് സുമി തന്നത്. ആണോ? ആണെന്നോ അല്ലെന്നോ? ഇഷലിന്റെ കുറെ കഥകളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം, അല്ല കേൾക്കാം, അറിയാം. ഫുഡ് തരും, എനിക്ക് വിശക്കണു. വെറും 7,000 രൂപ കൊണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വാരണാസി ജയ്പൂരൊക്കെ പോയിട്ട് വന്ന ആളാണ്. കാണുപോലെയല്ല, ആള് ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് ഒറ്റക്ക് ട്രാവൽ ചെയ്യണ ഒരാളാണ് അല്ലേ ഇശലെ? പറയ്, ഇശലിന് കുറച്ച് നാണം പോലെ. എനിക്ക് സെപ്പറേറ്റ് കിട്ടാണ്. കാരണം കുറച്ച് എന്താ പറയാ, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട് ഗൈസ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണതിനെ കുറിച്ചും പോകുന്നതിനെ കുറിച്ചും. അല്ല, ഇതെന്ത് യൂടായ്പ പരിപാടി? എന്നാലും ഇത് ഉടായ്പ പരിപാടി കേട്ടോ. ഇത് ഉടായ്പ പരിപാടിയല്ല. എല്ലാ വീട്ടിലും ബിരിയാണി ഉണ്ടാക്കുമ്പോ ഒരു സെപ്പറേറ്റ് റൈസ് വേറെ, മസാല കൂട്ടിയ റൈസ് വേറെ, അങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കാറ്? എന്റെ വീട്ടിൽ അങ്ങനെയല്ല. പക്ഷെ ഇതിങ്ങനെ അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാനും ഒരു ട്രാവൽ പാർട്ട്ണർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ ഇഷലിന്റെ വരുന്നതായിരിക്കും. എന്താ ആദ്യം എന്തോ ഡയലോഗ് അടിച്ച അതിന്റെ ഇടയിൽ എന്താ പറഞ്ഞ? നീയല്ലേ? ഇവരുടെ കൂടെ ഞാൻ ട്രിപ്പ് പോയിട്ട് ഞാൻ വീഡിയോ ഇട്ടത് കൊറേ നാളെ പ്ലാൻ ചെയ്യണം. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് പോലും അയച്ചിട്ടില്ല. ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഓക്കെ ശരി, നീ കഴിക്കട്ടെ, വിശക്കണം. സുമി എന്താ ചെയ്യണേ? ഇതേപോലെ ബിരിയാണി കടയിലൊക്കെ കിട്ടണ പോലെ. മോളെ, കടക്കാര് നിന്റെ ട്രിക്കാണ് കോപ്പി അടിച്ചത് അല്ലേ? എന്ത് ചെയ്യാനാ മോനെ, വെറുതെ സീൻ. പൂച്ചയോ? എല്ലാവർക്കും തികയോ ഇങ്ങനെ ആക്കിയാല്? ആർ യു ഷുവർ? തികയുമായിരിക്കും അല്ലേ? തികഞ്ഞാ മതി. നിങ്ങൾ വരണ്ടോ? കൊറേ നേരായി. പിന്നെ പപ്പടം ഒന്നും പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ നേരം. എന്താ നിനക്ക് എന്നാ പ്രശ്നം? പറ. വയ്യാണ്ടാവണം. സോറി, അവൻ കണ്ടില്ല. അവന്റെ പാത്രത്തിന് ഞാൻ കയറി ചവിട്ടിപ്പോ. എടാ മതിയടാ. ആണോ? അത് തന്നെ. ഓക്കെ, അപ്പൊ കൊറേ നേരായി. ഇനി സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്.
നമ്മൾ എത്ര പേരുണ്ടോ അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാല്ലേ? ഇല്ല ടേസ്റ്റ് ചെയ്യാനായില്ല. ടേസ്റ്റ് ചെയ്യാനായില്ല, തികയൂലാട്ടാ. സുമി ഇങ്ങനെ വെച്ചാൽ തികയില്ല, വേസ്റ്റ് ആകും. ഇതേ ഐശ്വന്ന് അത്ര ഒന്നും കഴിക്കൂല, പിന്നെ ആതിരൊന്നും കഴിക്കൂല. കവറിങ് ദ ക്യാമറ. താങ്ക് യു. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല വിശക്കുണ്ട്, കുറേ നേരമായിട്ട് നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു പ്ലേറ്റും കൂടെ ഉണ്ടാവില്ല? ഇല്ല, ഞാനും അർഷി കൂടെ ഒരു പ്ലേറ്റിലായിരിക്കാം. ഓ മാൻ സീൻ. അർഷിയോള് ഒരു പ്ലേറ്റിലാണെന്നാ കഴിക്കണേ. ഓ സീൻ എന്ന് പറയണം, അല്ലാണ്ട് അവളെ സപ്പോർട്ട് ചെയ്തല്ല പറയേണ്ടത്. അതിനെന്താ ചമ്മന്തി കഴിച്ചോ? കമോൺ ഗൈസ്. കുളിക്കാൻ പോയോ? ആതിരെ ബാ. ഇത് ആരുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്? സുമീയുടെ ആണോ ആതിരയുടെ ആണോ? തല്ലൂടണ്ട. എന്റെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, അൾട്ടിമേറ്റ് സാധനം റെസിപ്പി ഉണ്ടാ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റണോന്ന് അറിയില്ല, അവളെ ബാക്കാണോ നിങ്ങൾ കണ്ടോണ്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. ഡേ ചുമ്മാരടേ. അപ്പോ ഫുഡ് കഴിക്കാൻ പറയണം. സുമി ഉണ്ടാക്കിയ ബിരിയാണി അടിപൊളി. വെറുതെ സീൻ മോനെ. ഗായ്സ് അടിപൊളി ബിരിയാണി സെറ്റ്. ഒന്നും പറയല്ല കേട്ടോ, അടിപൊളി. കഴിക്കല്ലേ? അവിടെ പോയിട്ട് വരില്ല, മൈക്ക് ഇവിടെയാ. അമ്മായിമ്മ സ്പെഷ്യൽ അച്ചാറുകൾ. ഐഷ ഇങ്ങനെ പതിയെ അവിടെ ക്യാമറ വന്നിട്ടോ. അടിപൊളി കേട്ടോ ബിരിയാണി. അടിപൊളി ബിരിയാണി. അല്ല എടാ മറ്റേ ഈ പ്ലേറ്റ് എടുത്തോടാ, അത് സിറുവിന്റെ പ്ലേറ്റ്. സിറുവിന് സ്റ്റീൽ പ്ലേറ്റ്. ഫിൽറ്റർ സിറുവിന്റെ എവിടെ? എടാ കച്ചമ്പർ സിറുവിന്റെ പ്ലേറ്റ്. നിന്റെ പ്ലേറ്റ് എന്താ? ഈ കച്ചമ്പർ ഇട്ടിട്ടില്ല. എവിടേക്കോ ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ടോന്നൊരു സംശയം. അല്ലല്ല ആതിരല്ല, ചുമ്മാ പക്ഷെ പൊളി. പുളിയിഞ്ചിയൊക്കെ അടിപൊളി. സുമിയുടെ അമ്മായിമ്മ സ്പെഷ്യലാണ് പുളിയിഞ്ചി. അച്ചാറുണ്ട്. ഇതെന്ത് മാങ്ങിയ? ഓക്കെ ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അർഷി അതൊന്ന് ഓഫ് ചെയ്തേക്കാമോ? ലോക്ക് ചെയ്താൽ മതി. ആ ബിരിയാണിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഗൈസ്. കണ്ടോ? ഗായ്സ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് മൈക്ക് ഓൺ ആയിരുന്നില്ല. അതുകൊണ്ട് റെക്കോർഡിങ് കിട്ടിയിട്ടില്ല ഗൈസ്, വീഡിയോ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം കുറേ നേരം ഉറങ്ങിയപ്പോൾ ഫോണിൽ തന്നെ മൈക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് തന്നെയായിരുന്നു കിടന്നത്. അപ്പോൾ കുറേ നേരം യൂസ് ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് എടുക്കുമ്പോൾ കണക്റ്റ് ആവില്ല. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണമായിരുന്നു ഞാൻ യൂസ് ചെയ്യാൻ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന വേറൊന്നുമല്ല,
നല്ല വൈബായിരുന്നു. പിന്നെ എല്ലാവരും നല്ല ബിരിയാണി കഴിച്ചിട്ട് ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ഈവനിങ് ആയപ്പോഴേക്കും ഈ ബാൽക്കണിയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. രക്ഷയില്ലാത്ത ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാനെന്ത് തേങ്ങ പറയണേന്നുള്ളൊരു ബോധം എനിക്കില്ല. നമ്മളിത് ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും സുമിയുടെ മർഷിയുടെ വേറെ 2 ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ അവരോട് ഹൈ പറഞ്ഞിട്ട് അവരെന്നെ മൈൻഡ് ചെയ്തില്ല. അതാണ് മെയിൻ തിങ്. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകാനൊക്കെ കുറേ പ്ലാൻ ചെയ്തു, പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ല. അപ്പോൾ ഇനി ഭാവിയിൽ ട്രിപ്പ് പോകും എന്നാണ് ഈ സുമി ഇങ്ങനെ വെറുതെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാനേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ശരി, പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.